Good morning, students. Our next topic in excretion is about the structure of the kidneys. Okay, നമ്മുടെ അടുത്ത ഡിസ്കഷൻ ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ദി കിഡ്നീസ് ആണ്. ഓസ്മോറഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ യൂറിയ സൈക്കിൾ പറഞ്ഞു നിർത്തിയതാണ് എൻ്റെ ഓർമ്മ. എനിവേ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് കിഡ്നി. ഓക്കെ, നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള കിഡ്നിയുടെ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. പ്ലസ് about how the kidney functions, അപ്പോൾ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി കിഡ്നി ആണ് നമുക്ക് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, നൗ ഏതൊരു എക്സ്ക്രീറ്ററി പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ കോമൺ ആയിട്ട് കാണുന്ന സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഓക്കെ, ഇവിടെ ആദ്യം ഉണ്ടാവുന്ന ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് റീകോൾ ചെയ്യാം. എന്താ ചെയ്യാറ്? സാധാരണ ബ്ലഡാണ് ഫിൽട്ടർ ചെയ്യുന്നത് അല്ലേ? അതിൽ ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബ്ലഡിലുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യണം. എന്തായിരുന്നു വേസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ട്, അമോണിയ ആവാം, യൂറിയ ആവാം, യൂറിക് ആസിഡ് ആവാം. എനിവേ നമ്മുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് യൂറിയാണ് മാക്സിമം ഉള്ളത്. അത് റിമൂവ് ചെയ്യാം. അതാണ് കിഡ്നിയുടെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്ക്രീറ്ററി ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് കിഡ്നി ഏതൊരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണെങ്കിലും 3 സ്റ്റെപ്സ് മിനിമം ഉണ്ടാവും. ഇത് വിൽ പ്രൊഡ്യൂസ് എ ഫിൽട്രേറ്റ്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു കിഡ്നി ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗൻസ് ഉണ്ടാക്കുന്ന അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് ദി ഫിൽട്രേറ്റ്. ആൻഡ് ദിസ് ഫിൽട്രേറ്റ് ഈസ് റിമൂവ്ഡ് ത്രൂ ബോഡി ആസ് യൂറിൻ. ഓക്കെ, അതാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ എനിവേ, അതിനകത്ത് 3 കീ ഫങ്ഷൻസ് ഉണ്ടാവും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്. ഒന്ന് ഫിൽട്രേഷനാണ്. ഫസ്റ്റ് ബോഡി ഫ്ലൂയിഡിലുള്ള എല്ലാ കോമ്പണൻസിനെയും ഫിൽട്ടർ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, യു ഹാവ് ദി കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്താണ്? നെഫ്രോൺസ് ആണ്. അപ്പോൾ നെഫ്രോൺസിൽ ആദ്യം എന്താ വെച്ചാൽ ബ്ലഡ് വരുന്ന ഉടനെ ബ്ലഡ് വിൽ കം ത്രൂ ദി ആർട്ടറീസ്, അഫറൻറ്റ് ആർട്ടറീസ് എന്നാണ് പറയാം. ആൻഡ് പുറത്തോട്ട് പോകുന്ന ഈ ബ്ലഡ് ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം പോകുന്നതാണ് അഫറൻറ്റ് എ ആൻഡ് ഇഫറൻറ്റ് ഇ. അപ്പോൾ ആ ഫസ്റ്റ് പ്രോസസ്സിൽ ഗ്ലോമർലോസിലോട്ട് വരും. ഭയങ്കര ഹൈ പ്രഷറായിരിക്കും. ആ പ്രഷർ കാരണം എന്ത് ചെയ്യും? അതിലുള്ള പ്രോഡക്ട്സ് കംപ്ലീറ്റ് വിൽ ബി ഫിൽറ്റേർഡ് ഇൻ ടു എ ബൊമാൻസ് കാപ്സ്യൂൾ. ഈ 2 സ്ട്രക്ചറിനോട് ഒരുമിച്ച് പറയുന്ന പേരാണ് മൾട്ടിജിൻ ട്യൂബിൾ. എനിവേ, നമുക്കത് പറയാം. ആ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് നടക്കുന്നത്. പ്രഷർ ഫിൽട്രേഷനാണ്. ഓക്കെ, ഹൈ പ്രഷർ കാരണം ആ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡിലുള്ള എല്ലാ ബോഡി ഫ്ലൂയിഡും എക്സെപ്റ്റ് ദി സം പ്രോട്ടീൻസ് ആൻഡ് ബ്ലഡ് സെൽസ് ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യും? വിൽ ബി ഫിൽറ്റേർഡ് ഇൻ ടു ദി കിഡ്നിയുടെ നെഫ്രോണിൻ്റെ ബൊമാൻസ് കാപ്സിലോട്ട് ഫിൽറ്റർ ആവും. അത് കഴിഞ്ഞ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതിനകത്തോട്ട് പോയിരിക്കും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഇതിനകത്ത് പോയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗോ ത്രൂ ദി ലൂപ്പ് ഓഫ് ദി നെഫ്രോൺസ്. 2 ലൂപ്പാണുള്ളത്. ഒന്ന് ദി ഡിസെൻഡിങ് ലൂപ്പ് ആൻഡ് ദി അസെൻഡിങ് ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ഹെൻലേസ് ലൂപ്പ് എന്നുള്ള സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഒരു ലൂപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, നടുക്കായിട്ട് ഹെൻലേസ് ലൂപ്പ് ഉണ്ട്. ഒരു പ്രോക്സിമൽ കൺവല്യൂറ്റഡും ഒരു ഡിസ്റ്റൽ കൺവല്യൂറ്റഡ് ട്യൂബിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ദി ഡിസെൻഡിങ് ലിംബ് ആൻഡ് ദി അസെൻഡിങ് ലിംബ്, അതിൻ്റെ താഴോട്ട് പോകുന്നത് മേലോട്ട് വരുന്നത് അത് വെച്ച് പ്രകാരമാണ് പേരിട്ട്. എനിവേ, അവിടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റീക്ലെയിം ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, റീഅബ്സോർപ്ഷൻ, റീക്ലമേഷൻ ഓഫ് വാല്യുബിൾ റിക്ലെയിമിങ് വാല്യുബിൾ സൊല്യൂട്ട്സ്. ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിൽ ആവശ്യമുള്ളതെല്ലാം തിരിച്ചെടുക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ചിലതെല്ലാം പാസീവായിട്ടും അങ്ങനെ ഇതെല്ലാം എടുക്കും. പിന്നെ അഡീഷണലായിട്ട് അങ്ങോട്ട് ബ്ലഡിലുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് തിരിച്ച് വീണ്ടും എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അതാണ് രണ്ടാമത്തെ പ്രോസസ്, സെക്രീഷൻ എന്ന് പറയുന്നത്. അതായത് റീഅബ്സോർപ്ഷൻ കഴിഞ്ഞ ശേഷം പിന്നെ ബ്ലഡിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിന് വീണ്ടും അങ്ങോട്ട് ഫോർ എക്സാമ്പിൾ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വല്ല ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബോഡിയിൽ ആദ്യം സാധാരണ കാണുന്നതല്ല. അപ്പം അങ്ങനെ അസാധാരണമായിട്ടുള്ള സാധനങ്ങളെല്ലാം സെക്രീറ്റ് ചെയ്ത് കളയുക. എക്സസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സെക്രീറ്റ് ചെയ്ത ടോക്സിൻസ് അതർ സൊല്യൂട്ട്സ് ഫ്രം ദി ബോഡി ഫ്ലൂയിഡ് ഇൻ ടു ഫ്ലൂയിഡ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? ദിസ് വിൽ ബി റിമൂവ്ഡ് ആസ് എ ഫിൽട്രേറ്റ്. ഓക്കെ, ഒരു ഫിൽട്രേറ്റ് പോലെ ആക്കി ആൻഡ് ദാറ്റ് വിൽ ബി റിമൂവ്ഡ് ആസ് യൂറിൻ. അതാണ് ബേസിക് സ്റ്റെപ്സ്: ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഏതൊരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും നമുക്കിങ്ങനെ 3 സ്റ്റെപ്സ് കാണാൻ പറ്റും: ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ കിഡ്നിയുടെ പറയുന്നതിന് മുന്നേ ഇങ്ങനെ എല്ലാ ഓർഗാനിസത്തിലും സുവോളജി പഠിക്കുമ്പോൾ നമ്മൾ കുറേ ഓർഗാനിസംസ് പല സ്റ്റേജിലായിട്ട് കടന്നു പോയിട്ടുണ്ട്. ലോവസ്റ്റ് ആയിട്ടുള്ള പോറിഫറ മുതൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോഡേറ്റിലുള്ള മാമൽസിലെ പ്രൈമേറ്റ്സ് അതുവരെയുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു എക്സ്ക്രീഷൻ പ്രോസസ്സിൽ വിൽ ഹാവ് ഫിൽട്രേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും, റീഅബ്സോർപ്ഷൻ എന്നുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സെക്രീഷനുള്ള സ്റ്റെപ്പും, ഈ സെക്രീഷനെല്ലാം കഴിഞ്ഞിട്ട് വിൽ ഹാവ് എ ഫിൽട്രേറ്റ് ആൻഡ് ദിസ് ഫിൽട്രേറ്റ് ഇസ് റിമൂവ്ഡ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റെപ്പ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഫിൽട്രേഷൻ്റെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, കിഡ്നി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും അതിന് ഫിൽട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട്
റീഅബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട് സെക്രീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 3 സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടിട്ട് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഒന്ന്, ബ്ലഡ് കൊണ്ടുവരുന്ന എഫറൻറ്റ് ആർട്ടീരിയോൾസ് ആയിരിക്കും. ബ്ലഡ് അവിടെ കിഡ്നിയിലോട്ട് അല്ലെങ്കിൽ പറഞ്ഞ നെഫ്രോൺസിലോട്ട് കൊണ്ടുവരുന്ന എഫറൻറ്റ് ആർട്ടീരിയോൾസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന ഇഫറൻറ്റ് ആർട്ടീരിയോൾസ്, അഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് ആർട്ടീരിയോൾസ് എല്ലാ സ്ട്രക്ചറിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. അത് കഴിഞ്ഞ് ഫിൽട്രേഷന് വേണ്ടി ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നമ്മളെ ബൊമാൻസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ മാൽപീജിയൻ ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചറാണ് നമ്മുടെ കേസിൽ ഈ പറഞ്ഞ നെഫ്രോൺസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ഓർഗാൻസത്തിലൊക്കെ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ടാവും. വലിയൊരു ട്യൂബായിരിക്കും. അതിന് 2 പോർഷനോ 2-3 പോർഷനോ ഉണ്ടാവാറുണ്ട്. ഒരു ഡിസെൻഡിങ് ലിംബ് ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഹെൻലേസ് ലൂപ്പ്, പിന്നെ ഒരു എന്താ പറയുക ഒരു അസെൻഡിങ് ലൂപ്പും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ യൂറിനറി ട്രാക്കിലോട്ട് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ യൂറിറ്ററിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് ഉണ്ടാവും. അപ്പോൾ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോർഷനിലും മൂന്നാമത്തെ പോർഷനിലും റീഅബ്സോർപ്ഷൻ നടക്കുന്നത് കാണാൻ പറ്റും. നാലാമത്തെ പോർഷനിലായിട്ട് യു ഹാവ് സെക്രീഷൻ എന്ന പ്രോസസ്സും അത് കഴിഞ്ഞ് ഇതെല്ലാം എക്സ്ക്രീറ്റ് ആവുക. അതിന് പാരലായിട്ട് എന്തുണ്ടാവും, ബ്ലഡ് കാപ്പിലറീസും കാണാൻ പറ്റും. ഈ എഫറൻറ്റ് ആർട്ടീരിയോൾസ് പിന്നെ കാപ്പിലറി ആയിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. അതായത് ഇത് ഒരു എന്താ പറയുക ഈ പറഞ്ഞ ഫിൽട്രേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ റീഅബ്സോർപ്ഷനും സെക്രീഷനും ഇതിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കാരണമാണ് ഉണ്ടാകുന്നത്. അതായത് നെഫ്രോൺസിൽ ഈ പറഞ്ഞ അസെൻഡിങ്ങും ഡിസെൻഡിങ് ട്യൂബ്സ് എല്ലാം ഇങ്ങനെ പോകും. അതിനോട് പാരലായിട്ടോ അല്ലെങ്കിൽ അതിനോട് കൗണ്ടറായിട്ടോ എന്തുണ്ട് കാണാൻ പറ്റും, കാപ്പിലറി ട്യൂബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ദർ ഇസ് ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദിസ് കാപ്പിലറി ട്യൂബ്സ് ആൻഡ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഫിൽട്രേറ്റ് ത്രൂ ദി എന്താ പറയുക നെഫ്രോണിൻ്റെ ട്യൂബ്യൂൾസിലൂടെ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ 2 മൂവ്മെൻറ്റും ഉണ്ട്. ഈ 2 മൂവ്മെൻറ്റും കാരണം ദർ വിൽ ബി എ കൗണ്ടർ കറണ്ട് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഇവിടെ കാണാൻ പറ്റും. ആ കൗണ്ടർ കറണ്ട് മെക്കാനിസം കാരണം ദർ വിൽ ബി എക്സ്ചേഞ്ച് ഫ്രം ആൻഡ് ടു ദിസ് ട്യൂബ്യൂൾ ആൻഡ് കാപ്പിലറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു എക്സ്ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് മെക്കാനിസത്തിന് വിളിക്കുന്ന പേരാണ് ഡ്യൂ ടു ദി ഫ്ലോവിൻ്റെ ഡിഫറൻസ് കാരണം, ഫ്ലോവിൻ്റെ സ്പീഡിൻ്റെ വ്യത്യാസം കാരണം അല്ലെങ്കിൽ ഫ്ലോയിലുള്ള പ്രഷറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ആ ഒരു എക്സ്ചേഞ്ച് അതിന് വിളിക്കുന്ന പേരാണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം. അപ്പോൾ ഈ മിക്കവാറും എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിലെല്ലാം പ്രോസസ്സിലെല്ലാം നടക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ പറഞ്ഞ കൗണ്ടർ കറണ്ട് മെക്കാനിസം. അപ്പോൾ ഇത് ജനറലി എല്ലാവിധ ഈ പറഞ്ഞ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഫിൽട്രേറ്റിൽ 2 രീതിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഫിൽട്രേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിൽ സാധാരണ ഉണ്ടാവുന്ന നല്ല സാധനങ്ങൾ ആണ്, അതായത് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ഗുഡ് സ്റ്റഫ്സ്, അതായത് അതിനകത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത സബ്സ്റ്റൻസസ് ആണ് സെൽസ്, പ്രോട്ടീൻസ്, ലാർജ് മോളിക്യൂൾസ്, ദെൻ വാല്യുബിൾ ആയിട്ടുള്ള സൊല്യൂട്ട്സ് ലൈക്ക് ഗ്ലൂക്കോസ്, സോൾട്ട്സ് ആൻഡ് വാട്ടർ. ഇതെല്ലാം സാധാരണ ഫിൽട്രേറ്റിൽ കാണുന്ന ഗുഡ് സ്റ്റഫ്സ്. അതായത് ആദ്യത്തെ ഫിൽട്രേഷൻ ഉണ്ടാകുന്ന ഗ്ലോമറുലസിലൊക്കെ ഉണ്ടാകുന്ന ഫിൽട്രേറ്റിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. എക്സെപ്റ്റ് ദി ബ്ലഡ് സെൽസ്, ലാർജർ പ്രോട്ടീൻസ് ആ പറഞ്ഞ ഗ്ലോമറുലസിൻ്റെ പോർ സൈസിലൂടെ ഇത് കയറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റഫുകളാണ് നമ്മൾ ഗുഡ് സ്റ്റഫ്സ് എന്ന് പറയും. എന്നാൽ എന്താണ് ബോഡി റിമൂവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ സ്റ്റഫ്സിനെ വിളിക്കുന്ന പേരാണ് ബാഡ് സ്റ്റഫ്സ്. അതിൽ വെള്ളമുണ്ട്, വാട്ടർ രണ്ടിടത്തും കാണാൻ പറ്റും. അത് ഇറ്റ് ഡിപ്പെൻഡ്സ്. ചില സമയത്ത് വാട്ടർ നല്ല സ്റ്റഫാണ്, ചില സമയത്ത് എക്സസ് ആവുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു ബി റിമൂവ് ഫ്രം ദി ബോഡി. ആ സമയത്ത് ഇറ്റ് ബിക്കംസ് ബാഡ് സ്റ്റഫ്സ്. അപ്പോൾ ഫിൽട്രേറ്റിൽ ഉണ്ടാവേണ്ട സാധനങ്ങളാണ് ബാഡ് സ്റ്റഫ്സ്. അത് അവിടുന്ന് പുറത്തോട്ട് പോകേണ്ട സ്റ്റഫ്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിൽ ഉണ്ടാവേണ്ട സ്റ്റഫ്സ് ആണ് വാട്ടർ, സ്മോൾ സൊല്യൂട്ട്സ് സച്ച് ആസ് സോൾട്ട്സ്, ഷുഗേഴ്സ്, അമിനോ ആസിഡ്സ് ആൻഡ് നൈട്രജനസ് വേസ്റ്റ്. അപ്പോൾ ഇതിൽ ഷുഗർ ഉണ്ട്, ഗ്ലൂക്കോസ് സാധാരണ കാണില്ല, പക്ഷേ ചില ഷുഗേഴ്സ് വിൽ ബി റിമൂവ് ത്രൂ യൂറിൻ. ഗ്ലൂക്കോസ് സാധാരണ ഈ പറഞ്ഞ യൂറിനിൽ കാണാൻ ഇല്ല, പക്ഷേ ക്യാൻ ഹാപ്പൻ വെൻ യു ഹാവ് സം ഇൻഫെക്ഷൻസ്. ഓക്കെ. അമിനോ ആസിഡ്സ്, അതുപോലെ നൈട്രജനസ് വേസ്റ്റ്, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സോൾട്ട്സ് ആൻഡ് വേസ്റ്റ്, ഇതെല്ലാമാണ് സാധാരണ ബാഡ് സ്റ്റഫ്. അതായത് ഈ പറഞ്ഞ യൂറിനിൽ റിമൂവ് ആവേണ്ടതും റിമൂവ് ആവാതിരിക്കേണ്ട സാധനങ്ങളുമാണ്. അപ്പോൾ ഫിൽട്രേറ്റിൽ ആദ്യത്തെ ഫിൽട്രേറ്റിൽ ഇത് 2 സാധനവും ഉണ്ടാവും. ഈ പറഞ്ഞ ഗുഡ് സ്റ്റഫ്സ് ഉണ്ടാവും, ബാഡ് സ്റ്റഫ് ഉണ്ടാവും. ആദ്യം പറഞ്ഞ ആദ്യത്തെ ആ സ്റ്റെപ്പിൽ ഈ പറഞ്ഞ 2 പ്രോസസ്സും നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഫസ്റ്റ് ഫിൽട്രേഷൻ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഗുഡ് സ്റ്റഫ്സും ഉണ്ടാവും, ബാഡ് സ്റ്റഫ്സ് ഉണ്ടാവും. അപ്പോൾ ഗുഡ് സ്റ്റഫ്സ് എല്ലാം വിൽ ബി റീഅബ്സോർബ്ഡ് ആൻഡ് എക്സസ് ആയിട്ട് എന്തെങ്കിലും ബാഡ് സ്റ്റഫ്സ് വീണ്ടും ബ്ലഡിൽ ബാക്കിയുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സെക്രീറ്റഡ്. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. നൗ ഇതിൻ്റെ ഒരു നമുക്ക് എല്ലാ പറഞ്ഞ കിഡ്നിയുടെ സ്ട്രക്ചറും ഫംഗ്ഷനും പറയുന്നതിന് മുന്നേ ബാക്കി ഓർഗാൻസത്തിൻ്റെ സ്ട്രക്ചറും എങ്ങനെയാണ് അതിൻ്റെ കോംപ്ലക്സിറ്റി ഉള്ളത്. അപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ എല്ലാ എക്സ്ക്രീറ്ററി ഓർഗാൻസും പോറിഫ്ര മുതലാണെങ്കിൽ ലാസ്റ്റ് വരുന്ന പ്രൈമേറ്റ്സ് വരെ അല്ലെങ്കിൽ മാമൽസ് വരെ വരുന്ന ആ കാറ്റഗറിയിലാണെങ്കിൽ എല്ലാം ഈ പറഞ്ഞൊരു ബേസിക് സ്ട്രക്ചറാണ് കാണുന്നത്. അതായത് ഇതിൽ ബി ഫിൽട്രേഷനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ദെൻ റീഅബ്സോർപ്ഷനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും, അതുപോലെ
ഈ പറഞ്ഞ സെക്രീഷനുള്ള മെക്കാനിസത്തിനുള്ള സ്ട്രക്ചറെല്ലാം ഇവിടെ കാണും. ബേസിക്കലി മിക്കവാറും എല്ലാ ഓർഗാനിസത്തിലും ഇതുപോലെ കാണും. ഫോർ എക്സാമ്പിൾ പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോനെഫ്രീഡിയ എന്നാണ് അത് വിളിക്കുന്നത്. ലോവർ ഓർഗാനിസംസ് ആയിട്ടുള്ള ഫ്ലാറ്റ് വേംസിൽ, പ്ലനേറിയ പോലത്തെ ഫ്ലാറ്റ് വേംസിലൊക്കെ ഫ്ലെയിം ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇതിൽ. അപ്പോൾ അതിൽ ഇതുപോലെ നെറ്റ്വർക്ക് ഓഫ് ഡെഡ് എൻഡ് ട്യൂബ്യൂൾസ് ആണ് അവിടെ കാണുന്നത്. പ്രോട്ടോനെഫ്രീഡിയ ഡെഡ് എൻഡ്, അതിൽ പ്രത്യേകിച്ച് വേറെ ലൂപ്പൊന്നുമില്ല, അത് ഒരു എൻഡിൽ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ട്യൂബ്യൂൾസ് ആണ് കാണും. ഇവിടെ ദേ ഹാവ് സ്മോൾ കാപ്പിലറി നെറ്റ്വർക്ക്സും ഇതെല്ലാം കൂടിയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതിന് വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ്. അപ്പോൾ ഇവിടെയും ട്യൂബ്യൂൾസ് ആണ്. ട്യൂബ്യൂൾസ് ഡൈല്യൂട്ട് ഫ്ലൂയിഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ആവശ്യമുള്ളതനുസരിച്ച് സെക്രീറ്റ് ചെയ്യും. സെക്രീഷൻസും റീഅബ്സോർപ്ഷനും നടന്നതിന് ശേഷം ഇറ്റ് വിൽ ബി റിമൂവ്ഡ് ത്രൂ ദി ബോഡി വാൾ. അതാണ് അവിടെ ബേസിക് സ്ട്രക്ചർ. അതുപോലെ എർത്ത് വോമിലൊക്കെ കാണുന്നതാണ് മെറ്റാനെഫ്രീഡിയ. അപ്പോൾ ഇവിടെയും ട്യൂബ്യൂളാണ് കാണുന്നത്. കണ്ടോ, ഗ്രീൻ കളറിൽ ട്യൂബ്യൂൾ ഉണ്ട്, അതിന് ചുറ്റും കാപ്പിലറി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും ദർ ഇസ് കൗണ്ടർ കറണ്ട് മെക്കാനിസംസ് തന്നെയാണ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും. മറ്റിടത്താണെങ്കിൽ ബ്ലഡ് വെസൽസ് ഇല്ല, പകരം ഇറ്റ് ഈസ് ദ സീലോം. ഓക്കെ, എസീലോമേറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ സ്യൂഡോസിലോമേറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിലെല്ലാം സീലോം, അതായത് ആ ക്യാവിറ്റി, ബോഡി ക്യാവിറ്റിയിൽ തന്നെയാണ് ബ്ലഡ് പോലത്തെ സബ്സ്റ്റൻസസ് ഉള്ളത്. ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടി കാപ്പിലറീസ് ഒക്കെ കാണാൻ പറ്റും. എനിവേ ബോഡി സീലോമിൽ തന്നെയാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എല്ലാം ബോഡി സീലോമിൽ തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ കാപ്പിലറി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെറ്റാനെഫ്രീഡിയാണ് കാണുന്നത്. ഓരോ സെഗ്മെന്റിലും എർത്ത് വോമിൽ ഓരോ സെഗ്മെന്റിലും ഈ പറഞ്ഞ പോലെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള നെഫ്രീഡിയാണ് കാണുന്നത്. അതായത് സീലോമിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള നെഫ്രീഡിയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും ബേസിക്കലി ഇതുപോലെ കളക്റ്റിംഗ്, ഈ പറഞ്ഞ പോലെ ട്യൂബ്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അതിന് ചുറ്റുമായിട്ട് കാപ്പിലറി ആയിട്ടുള്ള രീതിയിലാണ് കിടക്കുന്നത്. അതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ ടു ദി സീലോം തന്നെയാണ്. മൂന്നാമത്തെ ടൈപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഈ പറഞ്ഞ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സിലൊക്കെ, ഇൻസെക്ട്സിൽ, ആർത്രോപോഡ്സിലൊക്കെ കാണുന്ന, ടെറസ്ട്രിയൽ ആർത്രോപോഡ്സിലൊക്കെ കാണുന്ന സ്ട്രക്ചറാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഓക്കെ, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ഈ പറഞ്ഞത്. ഇത് എഗെയിൻ ട്യൂബ്യൂൾസ് ആണ്. ദി ആർ ഫ്രീലി അവൈലബിൾ ഓൺ ദി സീലോമിലോട്ട്, ഹീമോസീലോം അല്ലെങ്കിൽ ഇൻസെക്ട്സിൻ്റെ സീലോമിലോട്ട് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നതായിരിക്കും. ഹീമോലിംഫിലോട്ട് ഓപ്പൺ ആവും. ആ ഹീമോലിംഫ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ കറണ്ട് മെക്കാനിസം വഴി എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പോൾ എല്ലാത്തിലാണെങ്കിലും ഇതേ സ്ട്രക്ചർ തന്നെ കാണുന്നത്. ഈവൻ ഇൻ ദ കിഡ്നീസ്, ഹ്യൂമനിലോ അല്ലെങ്കിൽ ഹയർ മാമൽസിലൊക്കെ കാണുന്ന രീതിയിലുള്ള കിഡ്നിയിലും ഇതുപോലത്തെ ഇതാണ്. അപ്പോൾ കിഡ്നിയുടെ ബേസിക് ഫങ്ഷൻ ഈസ് ടു ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ടു റെഗുലേറ്റ് ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, ഓസ്മോളാരിറ്റി റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷൻ, ഈ രണ്ട് ഫംഗ്ഷനാണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ കിഡ്നിയുടെ സ്ട്രക്ചറൊക്കെ ഓൾറെഡി നമ്മൾ പണ്ട് മുതലേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കിഡ്നിയാണ് നമുക്കുള്ളത്. അതിൻ്റെ പൊസിഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അത് നമ്മുടെ ബോഡിയിലുള്ള മൊത്തം സ്ട്രക്ചേഴ്സിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ അസിമെട്രി കാണാൻ പറ്റും. എനിവേ, ഒരെണ്ണം കുറച്ച് ഹയറും ഒരെണ്ണം കുറച്ച് ലോവർ ആയിട്ടാണ് കിടക്കുന്നത്. ബീൻ ഷേപ്ഡ് ആണ്, റെഡിഷ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈച്ച് കിഡ്നി സപ്ലൈഡ് വിത്ത് റീനൽ ആർട്ടറി. അകത്തോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന റീനൽ ആർട്ടറി ഉണ്ട്, പുറത്തോട്ട് ബ്ലഡ് സപ്ലൈ ഉള്ള റീനൽ വെയിനും ഉണ്ട്. ഓക്കെ, ആർട്ടറി ആൻഡ് വെയിൻ സാധാരണ പറയുന്ന പോലെ തന്നെ ബ്ലഡ് അകത്തോട്ട് കൊണ്ടുവരുന്ന ആളാണ് ആർട്ടറി, പുറത്തോട്ട് കൊണ്ടുപോകുന്ന ആളാണ് വെയിൻ, അല്ലെങ്കിൽ ഫ്രഷ് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാണ് ആർട്ടറി, ആൻഡ് ബാഡ് ബ്ലഡ് അല്ലെങ്കിൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുവന്ന ആളാണ് വെയിൻ. അങ്ങനെ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. റെഡ് കളറിൽ ആർട്ടറി, അയോട്ടയിൽ നിന്നൊക്കെ വരുന്നിട്ടുള്ള ആർട്ടറി, ആൻഡ് പുറത്തോട്ട് പോകുന്ന വെയിൻ. ഓക്കെ, ഹാർട്ടിന് നേരെ ഓപ്പോസിറ്റ്, ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന ആൾ വെയിൻ ആണ്, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ആൾ ആർട്ടറി ആണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൊണ്ടുവരുന്ന ആൾ ആർട്ടറി, ഡ്രെയിൻ ചെയ്യുന്ന ആൾ വെയിൻ ആണ്. ദെൻ അതിൽ നിന്ന് ആ ബ്ലഡിൽ നിന്ന് ഈ പറഞ്ഞ കിഡ്നിയുടെ ഫംഗ്ഷൻ എല്ലാം ചെയ്ത് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് യൂറിൻ ഇസ് റിമൂവ്ഡ് ത്രൂ ദി യൂറിത്തർ. ഈ കൺസ്ട്രക്ചറാണ് യൂറിത്തർ. ആൻഡ് രണ്ട് സൈഡിൽ നിന്നുള്ള യൂറിത്തർ വിൽ ജോയിൻ ടുഗദർ ഇൻ എ യൂറിനറി ബ്ലാഡർ, ആൻഡ് യൂറിനറി ബ്ലാഡർ വിൽ എക്സ്ക്രീറ്റ് ദി പ്രോഡക്റ്റ് ത്രൂ ദി ഓപ്പണിംഗ് നോൺ ആസ് ദി യൂറിത്ര. ഓക്കെ, യൂറിത്ര ആൻഡ് ഓപ്പൺ ചെയ്യും. ഓക്കെ, അതായത് സ്ട്രക്ചേഴ്സിന് ഫീമെയിലും മെയിലിലുള്ള സ്ട്രക്ചേഴ്സിൽ അവിടെ അത് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സ് ഓർത്ത് വെക്കുക. റീനൽ ആർട്ടറി ദാറ്റ് ബ്രിങ്സ് ബ്ലഡ്, renal vein that drains the blood or takes away the blood, urethra that collects the urine and transport it into the temporary ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന യൂറിനറി ബ്ലാഡറിലോട്ട് കൊണ്ടുപോകും. അവിടുന്ന് പിന്നീട് it will be expelled through the urethra. ദി എക്സ്ക്രീറ്ററി ഓർഗൻ, കിഡ്നിയുടെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ബേസിക്കലി അറിഞ്ഞിരിക്കണം, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഔട്ടറായിട്ട് യു ഹാവ് എ കോൺകേവ് സ്ട്രക്ചർ, അകത്തോട്ടാണെങ്കിൽ കോൺവെക്സ് സ്ട്രക്ചർ, കോൺവെക്സ് ഇന്നർ ആൻഡ് ഔട്ടർ
ആയിട്ടുള്ള കോൺകേവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, ബീൻ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ 2 പോർഷൻ കാണാൻ പറ്റും. പുറത്തുള്ള റീനൽ കോർട്ടെക്സ് ആൻഡ് അകത്തോട്ടുള്ള റീനൽ മെഡുള്ള. ഓക്കെ, റീനൽ കോർട്ടെക്സ് ആൻഡ് റീനൽ മെഡുള്ള. അപ്പോൾ അങ്ങനെ 2 സ്ട്രക്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, മറ്റേ ബ്ലഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ റീനൽ ആർട്ടറിയും റീനൽ വെയിനും എൻറ്റർ ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് പെൽവിസ്. ഓക്കെ, റീനൽ പെൽവിസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂറിത്രം, ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഈ പറഞ്ഞ പെൽവിസ് എന്ന് പറഞ്ഞ പോർഷൻ. ഓക്കെ, പെൽവിസിനോട് അറ്റാച്ച് ചെയ്തിട്ട് ദർ വിൽ ബി കോണിക്കൽ ആയിട്ടുള്ള റീജൻ കാണാൻ പറ്റും. അതിന് ഹൈലം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, HILUM, ഹൈലം എന്നുള്ള പോർഷനും കാണാൻ പറ്റും. അപ്പോൾ അതാണ് ദി ഹൈലം ആൻഡ് റീനൽ പെൽവിസ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, കോർട്ടെക്സ് ആൻഡ് മെഡുള്ള. ഓക്കെ, ഈ കോർട്ടെക്സിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ പറഞ്ഞ നെഫ്രോൺ സ്ട്രക്ചേഴ്സ്, നെഫ്രോണിൻ്റെ മേജർ പോർഷൻസ് എല്ലാം കാണുന്നത് ഈ പറഞ്ഞ കോർട്ടെക്സിലാണ്. റീനൽ മെഡ്യുള്ളയിലാണ് ഇതിൻ്റെ ട്യൂബ്യുലാർ സ്ട്രക്ചർ എല്ലാം കാണുന്നത്. അതായത് നെഫ്രോണിന് 2 പോർഷൻ, നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇനി പറയും. അതിൽ ഈ പറഞ്ഞ ബൊമാൻസ് ക്യാപ്സ്യൂള്, അതുപോലെ ഒരുപാട് കൺവല്യൂട്ടായ ട്യൂബ്യൂൾസിൻ്റെ ആദ്യത്തെ പോർഷനെല്ലാം അവിടെയാണ് കാണുന്നത്. എന്നാൽ മെഡുള്ളയിൽ അത്രയും ഈ പറഞ്ഞ പോർഷൻസ് കുറവാണ്. കുറച്ച് ഈ പറഞ്ഞ ട്യൂബ്യൂൾ പോർഷന്, പിന്നെ കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ പോർഷൻ. അപ്പോൾ കളക്റ്റിംഗ് ഡക്റ്റ് എല്ലാം കൂടി ഈ പറഞ്ഞ നെഫ്രോൺസ് എല്ലാം കൂടി ഓപ്പൺ ചെയ്യുന്നത് ഈ പറഞ്ഞ മെഡുള്ളയിലോട്ടാണ്. മെഡുള്ള എല്ലാം കൂടി ഓപ്പൺ ചെയ്യുന്നത് ഈ പെൽവിസിലോട്ടാണ്. ഓക്കെ, പെൽവിസിനകത്ത് ഈ പറഞ്ഞ ഹൈലസ് എന്നൊരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ആ ഹൈലസിനകത്തൂടെ അവിടെ ആയിട്ടാണ് യൂറിറ്ററിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. യൂറിറ്ററിൻ്റെ സ്ട്രക്ചർ അറ്റാച്ച് ചെയ്യുന്ന ഹൈലസിലോട്ടാണ്. യൂറിറ്റർ ഈസ് ആക്ച്വലി അറ്റാച്ച്ഡ് ടു ദി 2 യൂറിറ്റർ ഉണ്ടാവും. ആ യൂറിറ്റർ വിൽ ബി അറ്റാച്ച്ഡ് ടു ദി യൂറിനറി ബ്ലാഡർ. ഓക്കെ, അപ്പോൾ 2 റീജിയൻ ഉണ്ട്, ദ ഔട്ടർ റീനൽ കോർട്ടെക്സ് ആൻഡ് റീനൽ മെഡുള്ള. നെഫ്രോൺസ് ഓരോ ഈ പറഞ്ഞ കോർട്ടെക്സിലും മെഡുള്ളയിലായിട്ടും സ്പ്രെഡായി കിടക്കുന്ന സ്ട്രക്ചറാണ് നെഫ്രോൺസ്. ഓരോ കിഡ്നിയിലും 1 മില്യൺ, ഏകദേശം 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം ആണ് നെഫ്രോണിൻ്റെ എണ്ണം. ഓരോ കിഡ്നിയിലും 10 ലക്ഷം ആയിട്ട് നെഫ്രോൺസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 10 lakhs, 1 മില്യൺ ഈച്ച് ആവറേജ് ആണ്. അപ്പോൾ ഓരോ നെഫ്രോൺ എടുക്കുകയാണ്, അതാണ് അതിൻ്റെ വർക്കിംഗ് യൂണിറ്റും. ഈ നെഫ്രോൺസ് ആണ് ഇതിൻ്റെ വർക്കിംഗ് യൂണിറ്റ്. ഇതിൽ ബേസിക്കലി 2 സ്ട്രക്ചറാണുള്ളത്. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്ലോമർലെസ് അല്ലെങ്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾ, മാൽപീജിയൻ ക്യാപ്സ്യൂൾ എന്നറിയപ്പെടുന്ന സാധനം. ആൻഡ് രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ ട്യൂബ്യൂൾസ്. ഓക്കെ, ഇങ്ങനെ 2 സ്ട്രക്ചറാണ്, ഒന്ന് ഗ്ലോമർലെസ് ആൻഡ് ദി ട്യൂബ്യൂൾ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിപ്പം മാൽപീജിയൻ ക്യാപ്സ്യൂൾ ആൻഡ് ദി നെഫ്രോൺ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ്. നെഫ്രോൺ ട്യൂബ്യൂൾ പിന്നെ ലാസ്റ്റ് വന്ന് അതിൻ്റെ കൺവല്യൂട്ടഡ് ട്യൂബിൾ ലാസ്റ്റ് ഓപ്പൺസ് ഇൻ ടു ദി കളക്റ്റിംഗ് ഡക്ട്. അങ്ങനെ കുറേ നെഫ്രോൺസ് കൂടി കളക്റ്റിംഗ് ഡക്റ്റിലോട് ജോയിൻ ചെയ്യും. ഈ കളക്റ്റിംഗ് ഡക്ട് എല്ലാം കൂടി വിൽ ഓപ്പൺ ഓൺ ദി ഹൈലസിലുള്ള യൂറിറ്ററിൽ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും, ഹൈലസ് എന്ന് പറയും. അവിടെ വന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഗ്ലോമർലെസ് വർക്ക്സ് ലൈക്ക് എ സീവ്. ഗ്ലോമർലെസ് ആണ് ഫിൽട്രേഷൻ്റെ ഫസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, പ്രഷർ ഫിൽട്രേഷൻ എല്ലാം ചെയ്യുന്ന ഒരു അരിപ്പ പോലെ വർക്ക് ചെയ്യണം. എല്ലാ സാധനങ്ങളും, മിക്കവാറും എല്ലാ സാധനങ്ങളും എക്സെപ്റ്റ് ദി ബ്ലഡ് സെൽസും പിന്നെ ലാർജ് പ്രോട്ടീൻ ഒഴികെ ബ്ലഡിലുള്ള എല്ലാ സാധനങ്ങളും ഫിൽട്ടർ ചെയ്ത് കളയാണ്. അഫറൻറ്റ് ആർട്ടീരിയോൾസ് ആണ് ബ്ലഡ് അകത്തോട്ട് കൊണ്ടുവന്ന് ഇഫറൻറ്റ് ആർട്ടീരിയോൾസ് ബ്ലഡ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന്, അല്ലെങ്കിൽ പറഞ്ഞ ഗ്ലോമർലെസ്സിൽ നിന്ന്. ഈ ഗ്ലോമർലെസ് എന്നുള്ള സ്ട്രക്ചറിന് 2 ഗ്ലോമർലെസ് അല്ലെങ്കിൽ മാൽപീജിയൻ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ 2 സ്ട്രക്ചർ കാണാൻ പറ്റും. ഒന്ന് ഗ്ലോമർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് എല്ലാം കൂടി ചുരുണ്ട് കൂടി കിടക്കുന്ന ഭയങ്കര ഹൈ പ്രഷറിൽ ചെറിയ, അതായത് ബ്ലഡ് വെസൽസ് അഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് ഇതിനകത്തോട്ട് വരും. വന്നതിന് ശേഷം ചെറിയ ചെറിയ കാപ്പിലറീസ് ആയി സ്പ്ലിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പടഞ്ഞ് ചുരുണ്ട് കിടക്കുന്ന ഭയങ്കര ഹൈ പ്രഷറിലിരിക്കുന്ന ഒരു സ്ട്രക്ചർ. അത് കഴിഞ്ഞ ശേഷം ആ കാപ്പിലറീസിന് വീണ്ടും പുറത്തോട്ട് വരുന്ന എഫറൻറ്റ് ആർട്ടീരിയോൾസ് കാണാൻ പറ്റും. എഫറൻറ്റ് ആർട്ടീരിയോൾസ് പിന്നെ തിരിച്ച് വീണ്ടും കാപ്പിലറീസ് ആയിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. ചെറിയ ചെറിയ കാപ്പിലറീസ് ആയിട്ട് ഈ പറഞ്ഞ ഈ നെഫ്രോണിൻ്റെ ബാക്കി സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, ഗ്ലോമർലെസ് കഴിഞ്ഞ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്തോട്ട് ഫിൽട്രേഷൻ എല്ലാം വരും. അത് കഴിഞ്ഞതിന് ശേഷം യു ഹാവ് ദി ട്യൂബുലാർ സ്ട്രക്ചർ. അപ്പോൾ ആ ട്യൂബുലാർ സ്ട്രക്ചറിന് ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള കൗണ്ടർ കറൻറ്റ് മെക്കാനിസം, നേരത്തെ പറഞ്ഞ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാപ്പിലറീസ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെയാണ് റീഅബ്സോർപ്ഷനും എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെക്രീഷൻ എല്ലാം നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് capillary tube, capillary blood vessels will exit through the hilus അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
റീനൽ പെൽവിസിൽ വഴി ഇറ്റ് വിൽ ഗോ ഔട്ട് ആസ് ദി റീനൽ വെയിൻ. ഓക്കെ, അപ്പോൾ ആർട്ടറീസ് കൊണ്ടുവരും. ആർട്ടറീസ് പിന്നെ എഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യും. എഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നെ ഇഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് പുറത്തോട്ട് എക്സിറ്റ് ചെയ്യും. ഓക്കെ, എക്സിറ്റ് ആവുന്നതിന് മുന്നേ അത് കുറേ കാപ്പിലറീസ് പ്രൊഡ്യൂസ് ചെയ്യും. കാപ്പിലറീസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് റീനൽ വെയിനായിട്ട് വെന്യൂൾസും വെയിൻസും ആയിട്ട് എക്സിറ്റ് ആയി പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ട്രക്ചറാണ് ബേസിക്കലി ഉള്ളത്, ഗ്ലോമർലസ് ആൻഡ് ദി ട്യൂബ്യൂൾസ്. ഗ്ലോമർലസ് സീവ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ട്യൂബ്യൂൾസിൻ്റെ ഫംഗ്ഷൻ ഇസ് ടു റീഅബ്സോർബ് ആൻഡ് സെക്രീഷൻ. ആ രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറ്റ് സെൻസ് ദി waste product to the urinary bladder via the collecting duct and ureter. The nephron is the functional unit of all vertebrate kidneys. Okay, invertebrates-ന് അതിൻ്റെതായ ഉണ്ട്. പ്രോട്ടോനെഫ്രീഡിയ, മെറ്റാനെഫ്രീഡിയ, ഈ പറഞ്ഞ പോലെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഒക്കെ അതൊക്കെ നേരത്തെ നമ്മൾ കണ്ടു, ജസ്റ്റ് മുന്നത്തെ സ്ലൈഡുകൾ കണ്ടു. അപ്പോൾ ഇവിടെ നെഫ്രോൺ ആണ് ഏറ്റവും ഹയസ്റ്റ് വേർഷൻ, ഹയസ്റ്റ് എവല്യൂഷനിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റലി ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് നെഫ്രോൺ എന്നുള്ളത്. ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ലോങ് ട്യൂബ് ആൻഡ് എ ബോൾ ഓഫ് കാപ്പിലറീസ്. ആ ബോൾ ഓഫ് കാപ്പിലറീസിന് വിളിക്കുന്ന പേരാണ് ഗ്ലോമർലസ്. ഓക്കെ, ആ ബോൾ ഓഫ് കാപ്പിലറീസിനോട് തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കുറേ സെൽസ് കാണാൻ പറ്റും. അതിന് വിളിക്കുന്ന പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ഗ്ലോമർലസിനെയും ബൊമാൻസ് ക്യാപ്സ്യൂളിനോട് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ക്യാപ്സ്യൂൾ എന്നാണ് ഒരുമിച്ച് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബേസിക്കലി അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ ബ്ലഡ് വന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഹൈ ബ്ലഡ് പ്രഷറാണ് ആ കാപ്പിലറിയിലും കൂടി പിരിഞ്ഞെടുക്കുന്നതുകൊണ്ടുള്ളത്. അത് കാരണം എന്തുണ്ടാവും വെച്ചാൽ ഹൈ പ്രഷർ ഉണ്ടാവും. ഹൈ പ്രഷർ കാരണം നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഫിൽട്രേഷനാണ് ഇവിടെ നടക്കുന്നത്. ഗ്ലോമർലസിലുള്ള ബ്ലഡ് എല്ലാം കൂടി, ബ്ലഡിലുള്ള സബ്സ്റ്റൻസ് എല്ലാം കൂടി എക്സെപ്റ്റ് ബ്ലഡ് സെൽസും ലാർജ് പ്രോട്ടീനും എല്ലാം വിൽ ബി ഫിൽറ്റേർഡ് ഇൻ ടു ദി ലൂമൻ ഓഫ് ദി ബൊമാൻസ് ക്യാപ്സ്യൂൾ. ആ കപ്പ് പോലെ ഇരിക്കുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിലോട്ട് ഫിൽറ്റർ ആവുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഫിൽറ്റർ ആയതിനു ശേഷം അത് ജസ്റ്റ് എല്ലാം നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഫിൽട്രേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ആ ഫിൽട്രേറ്റ് ഈ പറഞ്ഞ പോലെ ട്യൂബിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ആദ്യത്തെ ഫിൽട്രേറ്റിന് വിളിക്കുന്ന പേരാണ് GFR, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു പ്രോസസ്സിന് ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്ന GFR. ഓക്കെ, ആ ഫിൽട്രേറ്റിൽ സാധാരണ സോൾട്ട്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വൈറ്റമിൻസ്, നൈട്രജൻ വേസ്റ്റ് ആൻഡ് അതർ സ്മോൾ മെറ്റീരിയൽസ് എല്ലാം കാണും. അതായത് ബ്ലഡിലെ മിക്കവാറും സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യാതെ എല്ലാം ഉണ്ടാകും. ഗ്ലൂക്കോസൊക്കെ ആവശ്യമുള്ള സാധനമാണ്, അമിനോ ആസിഡ് ചിലത് ആവശ്യമുള്ളതാണ്, വൈറ്റമിൻസ് ചിലത് ആവശ്യമുള്ളതാണ്. എന്നാൽ നൈട്രജൻ വേസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ചില മോളിക്യൂൾസ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, സോൾട്ട്സ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഗുഡ് സ്റ്റഫ്സ് ആൻഡ് ബാഡ് സ്റ്റഫ്സ് നമുക്ക് ഈ ഫിൽട്രേറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഫിൽട്രേറ്റ് അങ്ങനെ പോയതിന് ശേഷം ഇറ്റ് മൂവ്സ് ത്രൂ ദി കോർട്ടിക്കൽ പോർഷൻ ഓഫ് ദി നെഫ്രോൺ ആൻഡ് ദി മെഡുലാർ പോർഷൻ ഓഫ് ദി നെഫ്രോൺ. അപ്പോൾ രണ്ട് പോർഷൻ ഉണ്ട് നെഫ്രോണ്, രണ്ട് പോർഷൻ. മെഡുല്ലയിൽ ആണ് ബേസിക്കലി മേജർ പോർഷൻ കാണുന്നത്. അതല്ലാതെ കോർട്ടക്സ് പോർഷനിലും ഇതുപോലെ കാണാൻ പറ്റും. ഓക്കെ, കോർട്ടക്സ് പോർഷനിലും അതുപോലെ മെഡുല്ലയിൽ ആയിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന നെഫ്രോൺസിനെ വിളിക്കുന്ന പേരാണ് ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ്. എന്നാൽ അവ രണ്ട് ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്. വെറും കോർട്ടിക്കലായിട്ട് കാണുന്ന നെഫ്രോൺസും ഉണ്ട്, അതല്ലാതെ കോർട്ടക്സിലും മെഡുല്ലയിലും ആയിട്ട് കിടക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട്, അതായത് ജെക്സ്ട്രാ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ്. ഓക്കെ, സാധാരണ നെഫ്രോൺസ് എല്ലാം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള നെഫ്രോൺസ് എല്ലാം ഈ പറഞ്ഞ കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. ഓക്കെ, അതാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ആ നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കണ്ടിട്ടുള്ളത്, കോർട്ടിക്കൽ നെഫ്രോൺസ്. ഇതല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക, അഡ്ജസ്റ്റൻ്റ് ആയിട്ട്, അതാണ് ജെക്സ്റ്റയുടെ അർത്ഥം, അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള മെഡുലറിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ലൂപ്പ് സാധാരണ കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ അസെൻഡിങ്ങും ഡിസെൻഡിങ് ലൂപ്പ് കാണാറുണ്ട്. അങ്ങനത്തെ നെഫ്രോൺസിന് വിളിക്കുന്ന പേരാണ് ജെക്സ്ട്രാ നെഫ്രോൺസ്. ഇവിടെ ഒരു അൾട്രാസൗണ്ട് ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ ഗ്ലോമർലസിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഗ്ലോമർലസിൻ്റെ അടുത്തായിട്ട് കാണുന്ന സെല്ലുലാർ ആയിട്ടുള്ള പോർഷനാണ് അല്ലെങ്കിൽ ലൂമനുള്ള പോർഷനാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പിന്നെ വന്നതാണ് ഈ പറഞ്ഞ പോലെ പ്രോക്സിമൽ കൺവലേറ്റീവ് ട്യൂബുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡിസെൻഡിങ് ലൂപ്പ് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഹെല്ലേസ് ലൂപ്പ് എന്നൊരു സ്ട്രക്ചർ കാണും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇതിൽ നിന്ന് ബ്ലഡ് മേലോട്ട് പോകുന്ന കാണാൻ പറ്റും. അസെൻഡിങ് ലൂപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ കൺവലേറ്റീവ് ട്യൂബുകൾ കാണാൻ പറ്റും. ഡിജിറ്റൽ കൺവലേറ്റീവ് ട്യൂബുകൾ പിന്നെ കളക്ടിങ് ഡക്റ്റിലോട്ട് പോകും. ഈ കളക്ടിങ് ഡക്റ്റ് എല്ലാം കൂടി ഈ പറഞ്ഞ റീനൽ പെൽവിസിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ പുതുതായിട്ട് പഠിച്ചിട്ടുള്ള രണ്ട് ടെർമിനോളജിയാണ്. ഒന്ന് കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്, വിച്ച് ഈസ് കൺഫൈൻഡ് ഓൺലി ടു ദി റീനൽ കോർട്ടെക്സ്. രണ്ടാമത്തത് നെഫ്രോൺസ് ദാറ്റ് ഹാസ് ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. പ്രത്യേകിച്ച് ലൂപ്പ് ഓഫ് ഹെൻലി അല്ലെങ്കിൽ ഹെല്ലേസ് ലൂപ്പ് മാത്രം ഈ പറഞ്ഞ പോലെ ഡിസെൻഡിങ് ആയിട്ട് റീനൽ മെഡലിലോട്ട് ഡിസെൻഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ,
ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ സ്ട്രക്ചറിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ ഫിൽട്രേറ്റ് എല്ലാം വന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ഈ പറഞ്ഞ പോലെ പ്രോക്സിമൽ ട്യൂബ്യൂൾ. ഓക്കെ, അത് കഴിഞ്ഞ് ലൂപ്പ് ഓഫ് ഹെൻലെ ആൻഡ് ഡിസ്റ്റൽ ലൂപ്പ്. പ്രോക്സിമൽ ട്യൂബ്യൂളിന് ഡിസെൻഡിങ് ലൂപ്പ് എന്ന് വിളിക്കും, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലെ അല്ലെങ്കിൽ ഹെൻലേസ് ലൂപ്പ്. ഡിസ്റ്റൽ ട്യൂബ്യൂളിന് അസെൻഡിങ് ലൂപ്പ് വിളിക്കും. അതിൻ്റെ പൊസിഷൻ വെച്ചാണ് അത് പറയുന്നത്. ഫിൽട്രേറ്റ് താഴോട്ട് പോകുന്നതുകൊണ്ട് ഡിസെൻഡിങ് ലൂപ്പ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് ഹെൻലേസ് ലൂപ്പിലൂടെ ഒരു യു ടേൺ എടുക്കും. യു ടേൺ എടുക്കുന്ന ആ പോർഷനാണ് ഹെൻലേസ് ലൂപ്പ്. ആ യു ടേൺ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ഫിൽട്രേറ്റ് വീണ്ടും തിരിച്ച് മേലോട്ട് കയറുന്ന കാണാൻ പറ്റും. അതിന് അസെൻഡിങ് ലൂപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലൂപ്പ്. അസെൻഡിങ് ലൂപ്പിന് വിളിക്കുന്ന വേറൊരു പേരാണ് ഡിസ്റ്റൽ കൺവലേറ്റീവ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ സിംപ്ലി ഡിസ്റ്റൽ ട്യൂബ്യൂൾ. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രം സെവറൽ നെഫ്രോൺസ് ഫ്ലോ ഇൻ ടു ദി, അങ്ങനെ ഒരുപാട് നെഫ്രോൺസ് നിന്ന് ഈ പറഞ്ഞ ഡിസ്റ്റൽ ട്യൂബ്യൂളിൽ നിന്ന് അവസാനം ഇറ്റ് ആക്ച്വലി ഓപ്പൺസ് ഇൻ ടു ദി കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്ട് കോമൺ ആയിട്ടൊരു ഡക്റ്റാണ്, എല്ലാ നെഫ്രോൺസും അതിനകത്തോട്ട് കണക്ട് ചെയ്യുക. ഈ കളക്ടിങ് ഡക്ട് എല്ലാം കൂടി വിൽ ഓപ്പൺ ഇൻ ടു ദി യൂറിറ്റർ. ഓക്കെ, ഇനി ഓരോ ഈ പറഞ്ഞ ബൊമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞതിന് ശേഷം ഈ ട്യൂബ്യൂളിലുള്ള ഓരോ പോർഷൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. നിങ്ങൾ നേരത്തെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള അതേ സാധനം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. ദ മമ്മേലിയൻ കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ ഇസ് ടു കൺസേർവ് വാട്ടർ. മാക്സിമം വാട്ടർ കൺസേർവ് ചെയ്യുക, ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുക. യൂറിയ പോലത്തെ ബോഡി ഫ്ലൂയിഡ്സിന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് മാക്സിമം വാട്ടർ റീറ്റെയിൻ ചെയ്യുക, കളയുക. ഓക്കെ, ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ്റെ ഭാഗം അങ്ങനെ ചെയ്യുന്നത്. പ്രോക്സിമൽ ട്യൂബ്യൂളിൽ റീഅബ്സോർപ്ഷൻ ഓഫ് അയോൺസ്, വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് സം ടോക്സിക് മെറ്റീരിയൽസ് ആണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്യൂബ്യൂൾ, അതായത് പറഞ്ഞ ഡിസെൻഡിങ് ലൂപ്പിൽ പ്രോക്സിമൽ കമ്മ്യൂണിറ്റി ട്യൂബ്യൂളിൻ്റെ ഡിസെൻഡിങ് പോർഷനിൽ നടക്കുന്നതാണ് ഈ പറഞ്ഞത്. പിന്നുള്ള ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലെയാണ്. ഹെൻലയിലോട്ട് വരുന്ന ഹെൻലെ ഒരു യു ഷേപ്ഡ് ആയിട്ട് ലൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡിസെൻഡിങ് ലിംബിൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ് നടക്കുന്നത് ത്രൂ അക്വാപോറിൻസ്. അവിടെ പ്രത്യേകതരം പ്രോട്ടീൻസ് കാണും. ഈ പറഞ്ഞ ഹെൻലേസ് ലൂപ്പിൻ്റെ ആദ്യത്തെ പോർഷനിൽ, യുവിൻ്റെ ഡിസെൻഡിങ് ആയിട്ടുള്ള പോർഷനിൽ അവിടെ അക്വാപോറിൻസ് ഉള്ള ഇതുണ്ടാവും. അവിടെ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ് ചെയ്യുന്നത്. എന്നാൽ അസെൻഡിങ് ലിംബിലാണെങ്കിൽ സോൾട്ട് ആണ് കൂടുതലും റീഅബ്സോർബ് ചെയ്യുന്നത്. സോൾട്ട് ഇസ് എബിൾ ടു ഡിഫ്യൂസ് ഫ്രം ദി ട്യൂബ്യൂൾസ് ഇൻ ടു ദി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. അതിന് ചുറ്റുമുള്ള ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡും കാപ്പിലറീസിലോട്ടും ഇതുപോലെ ഈ പറഞ്ഞ എക്സ്ചേഞ്ച് നടക്കുന്നത് കാണാൻ പറ്റും. ഫിൽട്രേറ്റ് ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഡയലൂട്ട്. അപ്പോൾ വെള്ളം ഈ രണ്ടാമത്തെ ലൂപ്പിലാണെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ സോൾട്ടാണ് കൂടുതൽ റീഅബ്സോർബ് ചെയ്യുന്നത്, ഡിഫ്യൂസ് ചെയ്ത് വരുന്നത്. എന്നാൽ ഫസ്റ്റ് ലൂപ്പിലാണെങ്കിൽ വാട്ടറാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും കാണും. അപ്പോൾ ഡെസേർട്ട് ആനിമൽസിൽ ഈ പറഞ്ഞ ഹെൻലേസ് ലൂപ്പ് വളരെ ലോങ് ആയിരിക്കും, കാരണം ഇവിടെയാണ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ മാക്സിമം നടക്കുന്നത്. അതുപോലെ റീഅബ്സോർപ്ഷൻ ഓഫ് സോൾട്ടും അല്ലെങ്കിൽ സെക്രീഷൻ ഓഫ് സോൾട്ടും എല്ലാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ലൂപ്പ് അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഡെസേർട്ട് ആനിമൽസിൽ വളരെ വലുതായിട്ട് കാണാൻ പറ്റും. എക്സ്ട്രാ മെഡുലറി ആയിട്ടുള്ള എന്താണ് നെഫ്രോൺസ് ഒക്കെ ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഇതാണ് സ്ട്രക്ചറാണ് അസെൻഡിങ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഡിസ്റ്റൽ ട്യൂബ്യൂൾ. അവിടെ പൊട്ടാഷ്യം അതുപോലെ സോഡിയം ക്ലോറൈഡ് അങ്ങനത്തെ ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ചില എക്സസ് ഉണ്ടെങ്കിൽ സെക്രീറ്റ് ചെയ്യും, കുറവാണെങ്കിൽ റീഅബ്സോർബ് ചെയ്യും. അങ്ങനത്തെ രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് ഡിസ്റ്റൽ ട്യൂബിൽ നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഡിസ്റ്റൽ ട്യൂബിൾ ഓപ്പൺസ് ഇൻ ടു ദി കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്റ്റിൽ ബാക്കി ഫിൽട്രേറ്റിൻ്റെ ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം നടന്നതിന് ശേഷം അത് കളക്ടിങ് ഡക്റ്റിൽ വരും. കളക്ടിങ് ഡക്ട് പിന്നെ അത് നേരെ കൊണ്ടുപോയി റീനൽ പെൽവിസിൽ കൊണ്ടുപോയി അതിനെ റിലീസ് ചെയ്യാൻ ചെയ്യുന്നത്. വാട്ടർ ഇസ് ലോസ്റ്റ് ആസ് വെൽ ആസ് സം സോൾട്ട്. ഈ പറഞ്ഞ കളക്ടിങ് ഡക്റ്റിൽ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ചില സമയത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ടറിന് എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാറും നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടർ ലോസ് ഒഴിവാക്കാൻ വേണ്ടി ചില സമയത്ത് റീഅബ്സോർപ്ഷനും കളക്ടിങ് ഡക്റ്റിൽ നടക്കാറുണ്ട്. ഇതാണ് അത് പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞ ഇതായിട്ട്. ചില പ്രോസസ്സുകൾ ആക്റ്റീവായിട്ട് നടക്കുന്നത്, അതായത് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നടക്കുന്നതാണ്. ചിലത് പാസീവായിട്ടുള്ള ഡിഫ്യൂഷൻ പോലത്തെ പ്രോസസ്സിലൂടെ മാത്രം നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രോക്സിമൽ ട്യൂബ്യൂൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹെൻലേസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബ്, ഹെൻലേസ് ലൂപ്പ് പിന്നെ യു ടേൺ എടുത്ത് അസെൻഡിങ് ലിംബ് ഉണ്ട്, അസെൻഡിങ് കൺവൾട്ടീവ് ട്യൂബ്യൂൾ ഉണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റൽ ട്യൂബ്യൂൾ ഉണ്ട്. ആൻഡ് ഡിസ്റ്റൽ ട്യൂബ്യൂൾ ജസ്റ്റ് ഓപ്പൺസ് ഇൻ ടു ദി കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്ട് പിന്നെ ഓപ്പൺസ് ഇൻ ടു ദി യൂറിറ്റർ ഇൻ ദി പെൽവിസ്. ഓക്കെ, അപ്പോൾ പ്രോക്സിമൽ ട്യൂബ്യൂളിൽ ഈ പറഞ്ഞ പോലെ റീഅബ്സോർപ്ഷൻസ് എല്ലാം നടക്കും. സോൾട്ടിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കും. ഹെൻലേസ് ലൂപ്പിൻ്റെ ഫസ്റ്റ് പോർഷനിൽ വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കും. രണ്ടാമത്തെ പോർഷനിലാണെങ്കിൽ സോൾട്ട് റീഅബ്സോർപ്ഷൻ നടക്കും. പിന്നെ ഡിസ്റ്റൽ ട്യൂബ്യൂളിൽ ഇതുപോലെ ചില എക്സ്ചേഞ്ച് ഒക്കെ നടക്കാറുണ്ട്, വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയൊക്കെ അബ്സോർപ്ഷനും. അതുപോലെ ചില സമയത്ത് സോൾട്ടും വാട്ടറും അതുപോലെ എക്സ്ചേഞ്ച് എല്ലാം ഈ പറഞ്ഞ കൺവെർട്ട് ട്യൂബിലും നടക്കാറുണ്ട്. ഓക്കെ, ചിലത് ആക്റ്റീവാണ്, ചിലത് പാസീവാണ്. എനർജി യൂട്ടിലൈസിങ് ആണ് ആക്റ്റീവായിട്ടുള്ള
എക്സ്ചേഞ്ച്, എന്നാൽ പാസീവായിട്ടുള്ള ജസ്റ്റ് ഡിഫ്യൂഷനാണ്. ആൻഡ് ദിസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് അക്രോസ് ദി ഈ പറഞ്ഞ കൗണ്ടർ കറണ്ട് മെക്കാനിസം വഴിയാണ് നടക്കുന്നത് ടു ദി ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആൻഡ് ദി അതിനോട് ചുറ്റി കിടക്കുന്ന കാപ്പിലറി ട്യൂബ്യൂൾസ്. അവിടെയാണ് എക്സ്ചേഞ്ച് എല്ലാം നടക്കുന്നത്. ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസിൽ ഈ പറഞ്ഞ പോലെ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ഭാഗമായിട്ട് they have different types of Henle's loop. For example, ബേർഡ്സിലൊക്കെ ഈ പറഞ്ഞ പോലെ യൂറിൻ പ്രൊഡക്ഷൻ ഷോർട്ടർ ഹെൻലേസ് ലൂപ്പാണ് കാണുന്നത്. ബിക്കോസ് ദി എക്സ്ക്രീറ്റ് യൂറിയക്ക് പകരം ദി എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ്. വെള്ളം വളരെ കുറച്ച് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഹെൻലേസ് ലൂപ്പ് പ്രകാരം ഹെൻലേസ് ലൂപ്പ് വളരെ ചെറുതാക്കി തന്നെ വെക്കുക. അപ്പോൾ ഉള്ള വെള്ളം അവർ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ റെപ്റ്റൈൽസിൽ അതുപോലെ ഈ പറഞ്ഞ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡാണ് യൂറിയക്ക് പകരം അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രഷ് വാട്ടർ ഫിഷസിലും അതുപോലെ സോൾട്ട് കൺസേർവ് ചെയ്യേണ്ട പോർഷനിലെല്ലാം ഇതുപോലെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസിലാണ് ഈ പറഞ്ഞ സോൾട്ട് കൺസർവേഷനെല്ലാം നടക്കുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ, അപ്പോൾ വെള്ളം അവിടെ ഒരുപാട് റിമൂവ് ചെയ്ത് കളയും, സോൾട്ട് കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് ഫ്രഷ് വാട്ടർ ഫിഷസിൽ നടക്കുന്നത്. ആംഫീബിയൻസിൽ അതുപോലെ ഫ്രഷ് വാട്ടർ ഫിഷസ് പോലെ തന്നെയാണ് അബ്സോർപ്ഷൻ എല്ലാം നടക്കുന്നത്. മറൈൻ ഫിഷസിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സോൾട്ട് എക്സസ് ആയിട്ട് റിമൂവ് ചെയ്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂറിൻ റിമൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള മെക്കാനിസംസ് ആണ് നടക്കുന്നത്. ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് കോൺട്രിബ്യൂട്ട് ടു വാട്ടർ കൺസർവേഷൻ ഇൻ ടെറസ്ട്രിയൽ ആനിമൽസ്. അപ്പോൾ ടെറസ്ട്രിയൽ ആനിമൽസിൽ നമുക്ക് കൂടുതലായിട്ട് വലിയ ഹെൻലേസ് ലൂപ്പും കാണും. അതുകൊണ്ട് തന്നെ ജെക്സ്ട്രാ മെഡുലറി ആയിട്ടുള്ള നെഫ്രോൺസ് ആണ് അവിടെ കൂടുതലും കാണുന്നത്. ഹെൻലേസ് ലൂപ്പ് ലാർജർ ആയിരിക്കും, അത് വാട്ടർ കൺസർവേഷൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ പോലെ ഹെയർ, ഡെസേർട്ട് ഹെയർ ആണ്, പേര് തന്നെ ഉണ്ട്. അപ്പോൾ ആൻഡ് ബീവേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ജീവിക്കുന്ന ഓർഗാനിസം ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഹെൻലേസ് ലൂപ്പിൽ എന്ത് ഡിഫറൻസ് ആണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബീവർ വെള്ളം കൂടുതലുള്ള സ്ഥലത്താണ്, ഓട്ടോമാറ്റിക്കലി ഹെൻലേസ് ലൂപ്പ് ചെറുതായിരിക്കും. ഡെസേർട്ട് ഹെയർ മൊയിൽ വർഗ്ഗത്തിൽ വരുന്ന ഇതാണ്. അപ്പോൾ അതിന് ഡെസേർട്ട് ഹാബിറ്റാറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് വാട്ടർ കൺസർവേഷൻ കൂടുതലാണ്, അതുകൊണ്ട് അതിൻ്റെ ഹെൻലേസ് ലൂപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചില ഓർഗാനിസംസ് ഈ പറഞ്ഞ പോലെ യൂറിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വിൽ ഹാവ് സ്പെസിഫിക് മെക്കാനിസംസ്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഈ വാമ്പയർ ബാറ്റ്സ് പേര് വന്നിട്ടുള്ളത്, ഈ വാമ്പയർസ് നമ്മൾ ഡ്രാക്കുള പോലത്തെ ക്യാരക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത് വാമ്പയർ ബാറ്റ്സ് എന്നാണ് ആ പേര് തന്നെ വന്നിട്ടുള്ളത്. ഡെസ്മോണ്ടസ് റൊട്ടുണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് അമേരിക്കൻ വാമ്പയർ ബാറ്റ്സ്, ദേ ആക്ച്വലി ഫീഡ് ഓൺ ബ്ലഡ്. മനുഷ്യൻ്റെ അല്ല, ബട്ട് ഓൺ സം അതർ മാമൽസ്, കാറ്റിൽസിൻ്റെയും അതിൻ്റെയൊക്കെ ബ്ലഡിൽ ഫീഡ് ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ബ്ലഡിൽ ഒരുപാട് സോൾട്ട് ഉണ്ടാവും, സോൾട്ട് കൂടുതലായിട്ട്, വെള്ളം കുടിക്കൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ദി കൺസേർവ് ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ ദെയർ ബ്ലഡ്. അവർ ബോഡിയിൽ തന്നെ എന്താ പറയുക ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ സുഖമായിട്ട് വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ ഫീഡ് ഓൺ ബ്ലഡ് ഹാസ് യുണീക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ വിച്ച് ഇറ്റ്സ് കിഡ്നീസ് ഓഫ്ലോഡ് മച്ച് ഓഫ് ദ വാട്ടർ അബ്സോർബ്ഡ് ഫ്രം എ മീൽ ബൈ എക്സ്ക്രീറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡൈല്യൂട്ട് യൂറിൻ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കുടിക്കുന്ന ബ്ലഡിനകത്ത് ഒരുപാട് സോൾട്ടും ഉണ്ടാവും, ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ വെള്ളം എക്സസ് ഉള്ളത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഫീഡ് ഓൺ ബ്ലഡ്. ഒരുപാട് ബ്ലഡിലുള്ള ഫ്ലൂയിഡിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. 80 to 85% ബ്ലഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ ആ വാട്ടർ എക്സസ് ആയിരിക്കും, അത് റിമൂവ് ചെയ്യുന്നത് ഈസ് ത്രൂ ഡൈല്യൂട്ട് യൂറിൻ എന്നുള്ള അവർക്ക് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെക്കാനിസംസ് അങ്ങനത്തെ ഓർഗാനിസംസിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ എത്രയാണ് റൗണ്ട് അപ്പ് ചെയ്യാനുള്ളത്? കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, അതിൻ്റെ സെക്ഷൻ, അതിൽ കോട്ടക്സ് മിഡിൽ എന്നുള്ള സ്ട്രക്ചർ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് 2 ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ്. നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്ലോമർലസും ബൊമാൻസ് ക്യാപ്സ്യൂളും വരുന്ന ഒരു മാൽപീജിയൻ ക്യാപ്സ്യൂളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ട്യൂബ്യൂളുണ്ട്. ആ ട്യൂബ്യൂളിന് 3 പോർഷൻ ഉണ്ട്, പ്രോക്സിമൽ ട്യൂബ്യൂള്, ഡിസ്റ്റൽ ട്യൂബ്യൂള്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ലൂപ്പ് ഉണ്ട് വിത്ത് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലിംസ്, ഹെൻലേസ് ലൂപ്പ് എന്നതിന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഡിസ്റ്റൽ കൺവേറ്റഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഡിസ്റ്റൽ ട്യൂബ്യൂൾ ഓപ്പൺസ് ഇൻ ടു ദി കളക്ടിങ് ഡക്ട് ദെൻ ഓപ്പൺസ് ടു ദി പെൽവിസിലുള്ള യൂറിത്തറിലോട്ട് ഓപ്പൺ ചെയ്യും. യൂറിറ്റർ ദെൻ ടേക്സ് ഇറ്റ് ഇൻ ടു ദി റീനൽ ബ്ലാഡർ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലോട്ട് അതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ. ഓക്കെ, ബ്ലഡ് ആദ്യം നടക്കുന്ന പ്രോസസ്സ് ഇസ് ദി അൾട്രാ ഫിൽട്രേഷൻ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോർഷനിൽ ദർ വിൽ ബി
റീഅബ്സോർപ്ഷൻ, റീഅബ്സോർപ്ഷൻ ഓഫ് സോൾട്ട്സ്, പിന്നെ റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റീഅബ്സോർബ് ചെയ്യുന്നത് കാണാൻ പറ്റും. റീഅബ്സോർപ്ഷൻ വാട്ടർ കാണാൻ പറ്റും സെക്കൻഡ് സ്റ്റേജിൽ. ദെൻ ഹെൻലേസ് ലൂപ്പിൽ റീഅബ്സോർപ്ഷൻ അസെൻഡിങ് ലിമ്പിലാണെങ്കിൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് കാണാൻ പറ്റും. ദെൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറും അതുപോലെ സോൾട്ട് വീണ്ടും നിങ്ങൾക്ക് പിന്നെ ഡിസെൻഡിങ് ലിമ്പിൽ കാണാൻ പറ്റും. യൂറിനറി എന്താ പറയുക, കളക്ടിങ് ട്യൂബ്യൂൾസിൽ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് ഇത് പോകുന്നത്. ലാസ്റ്റ്ലി ദിസ് വേസ്റ്റ് പാസസ് ടു ദി യൂറിനറി ബ്ലാഡർ എന്ന് പിന്നെ അത് പുറത്തോട്ട് യൂറിത്ര വഴിയാണ് അത് പുറത്തോട്ട് ഓപ്പൺ ആവും. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? ബേസിക്കലി കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസ് ടു റെഗുലേറ്റ് ദി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് ഓസ്മോലാരിറ്റി, ദെൻ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് ആസിഡ് ബാലൻസ്. അത് എക്സ്ക്രീറ്ററി ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ ഓസ്മോ റെഗുലേറ്ററി ഫംഗ്ഷനും. ഇതാണ് ജനറലൈറ്റ് ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓസ്മോ റെഗുലേഷൻ ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസ് ടു റിമൂവ് ദി എക്സസ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി വേസ്റ്റ് റിമൂവ് ചെയ്യുക, ബ്ലഡിലുള്ള യൂറിൻ വേസ്റ്റ് ചെയ്യുക. പിന്നെയും ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് സെക്രീറ്റ്സ് റെനിൻ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു തരം എൻസൈം റെനിൻ, 2 സ്പെല്ലിംഗ് ഉണ്ട്, RENNIN. അത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള മിൽക്ക് പ്രോട്ടീൻ ഡൈജഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ന്യൂട്രീഷനിൽ. ഓക്കെ, റെനിൻ, ഇത് റെനിൻ ആണ്, RENIN. സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു തരം എൻസൈം ആണ്, എൻസൈം ഹോർമോൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആൻഡ് ദാറ്റ് ആക്ച്വലി റെഗുലേറ്റ്സ് ദി ബ്ലഡ് പ്രഷർ. Then kidneys also produce erythropoietin. Erythro means blood, poietin means production. ബ്ലഡ് പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു തരം സ്റ്റിമുലൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എറിത്രോപോയിറ്റിൻ ഒരു തരം പ്രോട്ടീനാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യും. കിഡ്നിയിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സെൽസിൻ്റെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ കൂടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കിഡ്നി വിൽ എന്താ പറയുക, ഫീഡ്ബാക്ക് മെക്കാനിസം പോലെ വിൽ പ്രൊഡ്യൂസ് എറിത്രോപോയിറ്റിൻ. ആൻഡ് ദിസ് എറിത്രോപോയിറ്റിൻ ഈ പറഞ്ഞ പോലെ മജ്ജയിൽ അല്ലെങ്കിൽ ബോൺ മാരോയിൽ പോയതിന് ശേഷം അവിടെ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും അല്ലാതെ ഇറ്റ് ക്യാൻ ആക്ച്വലി റെഗുലേറ്റ് ദി ബ്ലഡ് പ്രഷർ. ഓക്കെ, റീനൽ ബ്ലഡ് പ്രഷറും അതുപോലെ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഇതിൽ റെനിന് വലിയ റോളുണ്ട്. റെനിൻ ആക്ച്വലി പ്രൊഡ്യൂസസ് ആൻജിയോടെൻസിനിൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻജിയോടെൻസിനിൻ ലിവറിലുള്ളതാണ്, ആ ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആക്ച്വലി പറഞ്ഞ റെനിനാണ്. അതുപോലെ തന്നെ എറിത്രോപോയിറ്റിൻ ഈ പറഞ്ഞ ബ്ലഡ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയാണ്. പിന്നെ ഇറ്റ് ഓൾസോ കൺവേർട്സ് വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കുന്ന സ്കിന്നിലാണ്. അതിൻ്റെ ഇനാക്റ്റീവ് ഫോമിനെ ആക്റ്റീവ് ഫോമിലോട്ടായിട്ട് മാറ്റുന്ന ആ ഒരു പ്രക്രിയ നടത്തുന്ന കിഡ്നി. അപ്പോൾ കിഡ്നിക്ക് സാധാരണ പറഞ്ഞ പോലെ ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷൻ അല്ലാതെ ദർ ഇസ് ഫംഗ്ഷൻ ടു റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ, ദർ ഇസ് ഫംഗ്ഷൻ ടു ഇൻ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്, ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഫംഗ്ഷൻ ഇൻ കൺവേർട്ടിംഗ് വൈറ്റമിൻ ഡി ടു ആക്റ്റീവ് ഫോംസ്. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ അതാണ് അവസാനം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വിവരിച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം, ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. വാട്ടറാണ് മാക്സിമം ഉള്ളത്, 96% വെള്ളമാണ് യൂറിനിലുള്ളത്. ഓക്കെ, അതിൽ പിന്നെ വരുന്ന 2%, ബാക്കി 4%-ൽ 2% യൂറിയയാണ്, ബാക്കി 2% സോൾട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ യൂറിയാണ് മേജറായിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. എല്ലാ ബോഡി ഫ്ലൂയിഡും പോലെ തന്നെ ഇവിടെയും മാക്സിമം വാട്ടർ തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ എമൗണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് ബോഡിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. എനിവേ, ഡിസോൾവ് സോൾട്ട്സിൽ വരുന്നത് യൂറിക് ആസിഡാണ്. ചെറിയ എമൗണ്ടിൽ യൂറിക് ആസിഡ് ഉണ്ടാവും ഫ്രം ദി ഡിഗ്രഡേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. പിന്നെ ചെറിയ എമൗണ്ട് ഈ പറഞ്ഞ പോലെ ക്രിയാറ്റിൻ ഉണ്ടാവും. മസിൽ മെറ്റബോളിസം അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിയാറ്റിൻ ഉണ്ടാവും. ദെൻ ഇനോർഗാനിക് സോൾട്ട്സ് ഉണ്ടാവും, ക്ലോറിൻ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്സ് ആൻഡ് ഓക്സലേറ്റ്സ് ഓഫ് സോഡിയം. അതായത് സോഡിയം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ്, സോഡിയം ഫോസ്ഫേറ്റ്, അതുപോലെ പൊട്ടാഷ്യം ക്ലോറൈഡ്, പൊട്ടാഷ്യം ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം സൾഫേറ്റ്, പൊട്ടാഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ഓക്സലേറ്റ്, ഇതുപോലത്തെ ഇതെല്ലാമാണ് മറ്റ് കാണുന്ന ഇനോർഗാനിക് സോൾട്ട്സ്. പിന്നെ ചെറിയ എമൗണ്ട് അമോണിയ, ദെൻ യൂറോബിലിയം, ദെൻ പോർഫയറിൻസ്, അതായത് ഈ പറഞ്ഞ RBCയുടെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീഗ്രഡേഷനുമായി ബന്ധപ്പെട്ട യൂറോബിലിയം, അതുപോലെ പോർഫയറിൻ റിങ്സ് സാധാരണ കാണും ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഡിഗ്രഡേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രക്ചേഴ്സും ഇവിടെ കാണാം. ചെറിയ എമൗണ്ട് അമോണിയ ഉണ്ടാവും. അമോണിയ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, 30 to 60 മൈക്രോ മോളാർ കോൺസെൻട്രേഷനെ ബ്ലഡിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പറഞ്ഞ അമോണിയ കോൺസെൻട്രേഷൻ വിൽ ബി എക്സസ് ആയിട്ടുള്ള അമോണിയ. അതിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും കിഡ്നി. ഓക്കെ, ദെൻ നോർമലായിട്ട് യൂറിനിൽ കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു പെയിൽ യെല്ലോ കളർ, ലൈറ്റ് ആംബർ കളർ എന്ന് അതിന് വിളിക്കുക. ലൈറ്റ് യെല്ലോ കളറാണ് ഉണ്ടാവുക. ആൻഡ് ദിസ് യെല്ലോ കളർ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് യൂറോക്രോംസ് വിച്ച് ഇസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബ്രേക്ക് ഡൗൺ ഓഫ്
ഹീമോഗ്ലോബിൻ്റെ ബ്രേക്ക് ഡൗൺ കാരണം ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് യൂറോക്ലോൺസ്. അതുകൊണ്ടാണ് ആ യെല്ലോ കളറുള്ളത്. അരോമാറ്റിക് ആയിട്ടുള്ള ഓർഡറാണ് ഈ പറഞ്ഞ യൂറിൻ അല്ലെങ്കിൽ മൂത്രത്തിനുള്ള സ്മെല്ല്. മൂത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള സ്മെല്ലും മൂത്രം കുറച്ച് നേരം കിടന്നതിനുള്ള സ്മെല്ലും വ്യത്യാസമാണ്. കാരണം കിടന്നതിന് ശേഷം ബാക്ടീരിയ അതിനകത്ത് ആക്ട് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി അമോണിയ റിലീസ് ചെയ്യും. ഈ പറഞ്ഞ യൂറിയയിൽ നിന്ന് അമോണിയ റിലീസ് ചെയ്ത് അങ്ങനെ ഒരു അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ സ്മെല്ലാണ് നമുക്ക് കുറച്ചും കൂടി നേരം കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അല്ലാത്ത സമയത്തൊരു പ്ലസൻ്റ് ആയിട്ടുള്ള അറോമാറ്റിക് സ്മെല്ലാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്മെല്ലല്ല. പക്ഷേ കിടന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അമോണിയക്കൽ സ്മെല്ല് വരും. ദെൻ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള pH ആണ്. pH ഈസ് ഗ്രേറ്റർ ദാൻ 7 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 6.9 6.4 ഒക്കെ ഇടയിൽ വരുന്ന ഒരു pH ആണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ pH അസിഡിക് ആണ്, ബേസിക് അല്ല. ആവറേജ് ഒരു ലിറ്റർ മുതൽ 1.5 ലിറ്ററാണ് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ ഒരു ഡേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം കുടിച്ചാൽ ഓട്ടോമാറ്റിക്കലി യൂറിൻ പ്രൊഡക്ഷൻ കൂടും. അതുപോലെ മഴക്കാലത്ത് കൂടും. എന്നാൽ വേനൽക്കാലത്ത് ഈ പറഞ്ഞ യൂറിൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. വെള്ളം കുടിക്കുന്നതിനും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അബ്നോർമൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇതല്ലാതെ ചില സമയത്ത് ആൽബുമിൻ പ്രോട്ടീൻ ബ്ലഡിൽ കാണാം. പ്രോട്ടീൻ യൂറിയ എന്നതിനെ വിളിക്കുക. അതൊരു പ്രോബ്ലമാണ്. ഷുഗർ കാണാറുണ്ട്. ഗ്ലൂക്കോസ് യൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കാണാറുണ്ട്. ദെൻ ബ്ലഡ് കാണാറുണ്ട്, ഹെമറ്റ്യൂറിയ എന്നുള്ള കണ്ടീഷൻ. ദെൻ ഈ മഞ്ഞപ്പിത്തം, ജോണ്ടിസ് പോലത്തെ അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് ബയൽ കാണും. അപ്പോൾ നല്ല യെല്ലോയിഷ് ആയിരിക്കും. യൂറോകോമിൻ്റെ യെല്ലോയിഷ്നെസ് അല്ല, അവിടെ കൂടുതൽ ഹീമോഗ്ലോബിൻ കൂടുതൽ നശിക്കും. അത് കൂടാതെ ബയലിൻ്റെ സെക്രീഷൻസും അങ്ങോട്ട് ബയൽ കൂടുതൽ ബ്ലഡിലുള്ളതുകൊണ്ട് അത് റിമൂവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ യെല്ലോ കളർ കാണാൻ പറ്റും ജോണ്ടിസ് കണ്ടീഷനിൽ. പിന്നെ ഫാസ്റ്റിങ് അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ സാധാരണ കാണുന്നതാണ് കീറ്റോൺസ്. അപ്പോൾ ഇതെല്ലാം അബ്നോർമലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം യൂറിനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ സം പ്രോബ്ലം വിത്ത് അവർ എക്സ്ക്രീറ്ററി പ്രോസസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതിന് സൂചനയാണ് കാണുന്നത്. അപ്പോൾ യൂറിൻ അനാലിസിസ് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നോർമൽ കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെ അളവിൽ കൂടുകയോ അല്ലെങ്കിൽ പറഞ്ഞ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂൻസ് കാണുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പ്രസൻസ് ഓഫ് ഷുഗർ എന്തോ ഒരു ഇൻഫെക്ഷൻ ആണ്, ബോഡി വാളിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ ശരിക്കും നടക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ്. ബ്ലഡ് എവിടെയോ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ലീക്കായിട്ട് ബ്ലഡ് സെൽസ് സാധാരണ ഇതിനകത്ത് കാണില്ല. ബ്ലഡ് സെൽസ് ഇതിനകത്ത് കാണുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിലെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് അബൌട്ട് ദി സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് യൂറിൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ ചോദിക്കാൻ. നിങ്ങൾ മടിക്കുന്നുണ്ട്, നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സും വെക്കണം. അതിന് ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കിഡ്നിയുടെ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.